വൈകുണ്ഠത്തിൽ മായയായിരിക്കുന്ന ഭഗവാനെയാണ് അഞ്ചാം ഭാഗത്തിലെ ഒന്നാം ദശകത്തിൻ്റെ അഞ്ചാം ഭാഗത്തിൽ പറയുന്നത്. ജനി മൃതികളിൽ നിന്ന് മുക്തനായ ഭഗവാനെ നിഷ്ക്രിയ സ്വഭാവമായിരുന്നിട്ടും അകാരണമായി ഉണ്ടാകുന്ന അങ്ങയുടെ നോട്ടത്തെ ആശ്രയിച്ച് അങ്ങയിൽ ലീനമായി കിടക്കുന്നതും തികച്ചും അസ്തിത്വമില്ലാത്തതുമായ മായാശക്തി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണർന്നു വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഹോ വൈകുണ്ഠവാസിൻ, അങ്ങയുടെ പ്രഭാശക്തിയാൽ പ്രവർത്തിക്കുന്ന മായയിൽ ജ്ഞാനകർമ്മങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തില്ലാത്തതും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ പരിശുദ്ധമായ സദ്ഗുണങ്ങളുടെ അംശം സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു. നാരായണീയത്തിൻ്റെ ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ജീവിതവുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ദാമ്പത്യ സുഖമായിക്കോട്ടെ, സജ്ജനപ്രീതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഴിവുകളിലുള്ള നേട്ടങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് നാരായണീയം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യമായിരിക്കും. ജീവിതത്തിന് അസാധ്യമായിട്ടുള്ള എന്ത് അസാധ്യമാണെന്ന് വിചാരിക്കുമെങ്കിലും അത് ഭയങ്കര വലിയൊരു ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നാരായണീയത്തിന് സാധിക്കും. ഓരോ ദശകം കേൾക്കുന്നതും അത്രയധികം പുണ്യകരമാണ്. അപ്പോൾ ഇതാണ് അഞ്ചാം ദശകം. അടുത്ത ദശകം ആറാം ദശകമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.